ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത്. ഇന്നത്തേത് പല പല കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻസ് ഒക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം. കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി പറയാം, റാസൻസ് ഡെക്കർ ആൻഡ് കോച്ചർ എന്നാണ് നമ്മുടെ സ്റ്റോറിൻ്റെ പേര്. ഇതിൽ ഹോം ഡെക്കർ ആൻഡ് ഫാഷൻ ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത്. അതായത് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ബെഡ്ഷീറ്റ്സ്, പിന്നെ പില്ലോ കവർ, ഡോർ മാറ്റ്സ്, പിന്നെ ടേബിൾ കവർ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആണ്. പ്ലസ് ഡെക്കർ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഓരോരോ പ്രൊഡക്ട്സ് ആയിട്ട് നമ്മളിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരികയാണ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണ് നമ്മളെ പ്രൊഡക്ട്സും പിന്നെ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്ക് എന്താ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളിതാ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇതാ ഞാൻ താഴെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർ ഇനി പ്രൊഡക്ട്സ് കാണുന്നില്ല എന്ന് പറയണ്ട. നിങ്ങളിതാ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നേരെ ചാനലിലേക്ക് പോകും. എന്നിട്ട് അതിൽ പ്രൊഡക്ട്സ് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ അതാ താഴെ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി, എന്നിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റഗ്രാം ഉള്ളവർ ഇൻസ്റ്റഗ്രാം വഴി തന്നെ മെസ്സേജ് അയക്കുക, അത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് പുതിയൊരു കാര്യങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇപ്പം നമ്മളെ പേജിൽ കുറേ അധികം ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാനിപ്പോൾ നമ്മളെ ഒരു പുതിയ പ്രൊഡക്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻസ്റ്റഗ്രാമൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. നല്ല ഭംഗിയുള്ള പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ബെഡ്ഷീറ്റ് അല്ല, ഇത് ബാത്ത് ടവൽസ് ആണ് കേട്ടോ. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള, കാരണം നല്ല ഭംഗിയുള്ള പ്രിൻറ്റിൽ, ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ, കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. കുറേ അധികം കളക്ഷൻസ് ഉണ്ട്. നല്ല ക്യൂട്ട് പ്രിൻറ്റ്സ് ആണ് കേട്ടോ എല്ലാതും. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിങ്ങനെ കോംബോ ആയിട്ടാണ്, അതായത് ഹാൻഡ് ടവലും മറ്റേ ബാത്ത് ടവലും കൂടിയിട്ടുള്ള മിക്സും ഉണ്ട്, പിന്നെ ബാത്ത് ടവൽ മാത്രമായിട്ടുമുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഹാൻഡ് ടവൽ വരുന്നത് കേട്ടോ, ഈ ഒരു സൈസ്. പിന്നെ ഇതുപോലെ ഇതാ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ബാത്ത് ടവൽ കണ്ടില്ലേ, അത്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ട് കേട്ടോ, കോട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചാനലിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ പേജിൽ ഓഫേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റ് പ്ലസ് ബാത്ത് ടവൽ, പിന്നെ ബെഡ്ഷീറ്റ് പ്ലസ് ടേബിൾ മാറ്റ്, ബെഡ്ഷീറ്റ് പ്ലസ് ഡോർ മാറ്റ്, അങ്ങനെ നിങ്ങൾ കോംബോ ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ പ്രൊഡക്ട്സ് ഒക്കെ കിട്ടും. ഓക്കെ, പിന്നെ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടും ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ പേജ് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളെ കയ്യിലുള്ള പ്രൊഡക്ട്സ് ജൂട്ട് ബെഡ്ഷീറ്റ് ഉണ്ട്, പിന്നെ ബോർഡർ ബെഡ്ഷീറ്റിന് കളക്ഷൻസ് ഉണ്ട്, പിന്നെ നമ്മൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന കോട്ടൺ ബെഡ്ഷീറ്റ്, പിന്നെ ടേബിൾ മാറ്റ്സ് വരുന്നുണ്ട്. ടേബിൾ മാറ്റ് നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് കേട്ടോ വരുന്നത്. ഇതാ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റൂമിൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറും ടേബിൾ ഷീറ്റ് യൂസ് ചെയ്യുമ്പോൾ. ടേബിൾ ഷീറ്റ് കൂട്ടത്തിൽ 6 നാപ്കിൻസും വരുന്നുണ്ട്. പിന്നെ കംഫർട്ട് സെറ്റ്, ക്വിൽറ്റഡ് ബെഡ്ഷീറ്റ്സ്, സിംഗിൾ ബെഡ്ഷീറ്റ്സ്, അതൊക്കെ. പിന്നെ നമ്മളെ ബാത്ത് ടവൽസ്, ഡോർ മാറ്റ്സ്, അങ്ങനെ കുറേ ഐറ്റംസ്. ഓക്കെ, അപ്പോൾ ഞാനിതാ കുറച്ച് നിങ്ങൾക്ക് നമ്മളെ യൂട്യൂബ് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ പേജൊക്കെ ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മളെ പേജിൽ ഇതാ കുറേ പുതിയ ഡെക്കർ ഐറ്റംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും സ്റ്റേ ട്യൂൺ. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാട്ടോ, വാട്സപ്പ് ചാനലും പോയിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ് കേട്ടോ. ഇവിടെ ടോയ്സൊക്കെ ഫുള്ളായിട്ട് വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. കേശയും കിയാനും ഇവിടെ ഇരുന്ന് കളിക്കായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ കിയാൻ ഉറക്കം വന്നപ്പോൾ ആൾ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ കേശ അതാ അപ്പുറത്തുണ്ട്. കുട്ടികളുള്ളവർക്ക് അറിയുന്നുണ്ടാവും, വീട് ഫുള്ളായിട്ട് ഇവരുടെ ടോയ്സ് ആയിരിക്കും. നമ്മൾ ഒരു ഭാഗം ക്ലീനാക്കി വരുമ്പോഴേക്കും ഇത് അപ്പുറത്തെ വേറെ സ്ഥലത്തൊക്കെ ഫുള്ള് ടോയ്സ് വലിച്ചിട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. ഇതൊക്കെ ഇവിടുന്ന് മാറ്റിയാലേ ഇവിടെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാനാണെങ്കിൽ ഈ കിച്ചൺ സെറ്റും ബ്ലോക്സും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോരോ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ എടുത്ത് വെക്കൽ. എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് കളിക്കുമ്പോൾ അതൊരു എടുത്ത് കളിക്കാൻ അവർക്ക് സുഖം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാതും ഓരോ സെറ്റായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വന്ന് പിന്നെയും അവർ ഫുള്ള് മിക്സ് ആക്കും കേട്ടോ. ഇപ്പോൾ എല്ലാം കൂടി ഒന്നിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല ടോയ്സ് എടുത്ത് വെക്കാൻ. പക്ഷേ ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെക്കുമ്പോൾ അതൊരു പണി തന്നെയാണ്.
ടോയ്സ് ആയിട്ട് കുറേ ടൈം ഇരുന്ന് കളിക്കുന്ന ആൾക്കാരൊന്നല്ല കേട്ടോ. എല്ലാം കൂടി പക്ഷേ വലിച്ചിട്ടിട്ട് ഇങ്ങനെ കാണാൻ അവർക്കൊരു സന്തോഷമാണ്. എല്ലാം പരത്തിയിട്ടിട്ട് പിന്നെ അവർ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോവും. അങ്ങനെയാണ്. അങ്ങനെ ഭയങ്കര ക്രേസൊന്നുമില്ല, കുറേ ടൈം അതിലിരുന്ന് കളിക്കുക എന്നുള്ളതൊന്നുമില്ല. പിന്നെയും കൂടുതലും ബുക്സൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവർ പിക്ചേഴ്സൊക്കെ നോക്കി ഇങ്ങനെ ഇൻട്രസ്റ്റിലിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ഒരു ക്രേസുള്ള ആൾ ഇവിടെ ഉണ്ട്, മൂത്താൾ കെൻസ്. കെൻസിൻ്റെ റൂം ചെയ്ത് വെച്ചിരിക്കണ കാണിച്ചേരട്ടെ. കെൻസിന് ഇതാ ഭയങ്കര ക്രേസാണ് കേട്ടോ വണ്ടികളോട്. ഇതൊക്കെ കുറച്ച് ചെറുതാകുമ്പോൾ ആൾ വാങ്ങിയിട്ടുള്ള ടോയ്സാണ്. ഇപ്പം ഇഷ്ടം ചെറിയ ചെറിയ കാറുകളോടാണ്. എവിടെ പോയാലും ആളത് മേടിച്ച് കൊണ്ടുവരും. അങ്ങനെയാണ്. എന്നിട്ട് ഇപ്പോൾ ഇതാ ഈ റൂമിൽ ഫുള്ള് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് എന്താ പറയുക, കയറാൻ പറ്റാത്ത അവസ്ഥ ആക്കി വെച്ചിട്ടുണ്ട്. സൈഡിലൊരു പ്ലേ ഹൗസും പിന്നെ ആളെ ടോയ്സ് ഇപ്പുറത്തെ ടേബിളിൽ ബുക്സും കാര്യങ്ങളും അങ്ങനെ എല്ലാം കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. ഇത് കെൻസിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. കെൻസ് ഇതാ 1 വയസ്സാവുന്നതിൻ്റെ മുമ്പുള്ള ഫോട്ടോ ആണ്. ഇതൊക്കെ ആളുടെ പുതിയ കാറിൻ്റെ കളക്ഷൻസാണ്. അതൊരു സ്റ്റാൻഡിലാക്കിയിട്ട് സെറ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ഈ റൂമൊന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇത് ഫുള്ളായിട്ടൊന്നും നമുക്ക് കെൻസ് ഇല്ലാണ്ട് ക്ലീനാക്കാൻ കഴിയില്ല കേട്ടോ. അത്രക്കധികം ടോയ്സൊക്കെ വെച്ച് നിറഞ്ഞിട്ടുണ്ട്. എന്തിനാ എടുക്കണേ? ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഇതാ ഒരാൾ വന്ന് ഇവിടെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിൽ കുട്ടികൾക്ക് ഇതുപോലെ കാർ ക്രേസ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടാ. ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, ചില വലിയ ആൾക്കാർക്കും ഉണ്ട് ഇതുപോലെ ചെറിയ കാറിൻ്റെ കളക്ഷൻസൊക്കെ, ഹോട്ട് വീൽസിൻ്റെ ഒക്കെ. കെൻസിൻ്റെ കാർ ക്രേസ് കണ്ടിട്ട് റിയ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു സ്റ്റാൻഡ്. സംഗതി അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനത്തെ ചെറിയ കാറുകളൊക്കെ നല്ല നീറ്റായിട്ട് സ്റ്റോർ ചെയ്തില്ലെങ്കിൽ മിസ്സായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. കെൻസ് ചെറുതാകുമ്പോൾ ഇതുപോലെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കുറേ പോയി, കൈഫൊക്കെ കേടുവരുത്തിയിട്ടും പിന്നെ കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് കുറേയൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത്രയും കളക്ഷൻസ് ആയപ്പോൾ ഞാനത് എവിടെയെങ്കിലും നല്ല നീറ്റിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോഴാണ് ഈ ഒരു സ്റ്റാൻഡ് കിട്ടിയത് കേട്ടോ. അതെന്തായാലും കെൻസിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൻഡ് കിട്ടിയ ഉടനെ കെൻസ് ഇതാ കാറൊക്കെ സ്റ്റാൻഡിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ടൈമിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് റിയ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണ് അവരുടെ തന്നെ ഷോപ്പിൽ നിന്ന്, എജുമാർട്ടിൽ നിന്ന്. ഇവരുടെ ഷോപ്പ് വരുന്നത് തലപ്പാറയാണ്. ഹോൾസെയിൽ ഷോപ്പാണ്. സ്റ്റേഷനറി ഐറ്റംസും പിന്നെ ബുക്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള ഷോപ്പാണ്. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ഒരു സ്റ്റാൻഡ് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. ഏത് സൈസിലാണോ വേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതാ ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുക, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനോ പിന്നെ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ കാർ ക്രേസ് ഉള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. എന്തായാലും ഇഷ്ടമാവും, അത്രയും രസമുണ്ട്. കാറൊക്കെ ഫുൾ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കെൻസിൻ്റെ എത്ര കാലത്തെ കളക്ഷനാ? ചെറുപ്പത്തിലൊന്നുമില്ല, അതൊക്കെ കൈഫ് കേട് ചെറുപ്പത്തിൽ ഒറ്റൊന്നും കൂടിയില്ല. കൈഫ് കുറേയൊക്കെ കേട് വരുത്തി. കൈഫിന് ഇതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ? പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ ഇഷ്ടമുണ്ടല്ലേ? ഇപ്പോഴും അതാ ക്യാൻക്ക് ഇഷ്ടമുണ്ടോ? ക്യാൻക്കൊക്കെ ഇഷ്ടമല്ലേ? ക്യാൻ നോക്കട്ടെ, കാരെവിടെ ക്യാനു? അതാ അതാര് കാറാ? കാക്കയാണ്. പാവാണ് കിയ. കിയാൻ്റെതും ആണല്ലേ? അതിന് ചെറിയ കാറ് കൊടുത്ത് പറ്റിച്ചിക്ക. ഇനി ഈ ഒരു സ്റ്റാൻഡ് വാളിൽ ഫിറ്റ് ചെയ്യണം. അതിപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല.
ഇനി പിന്നെ ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് വേണ്ടവർ എജുമാട്ടിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ. ഇപ്പോൾ ഇതാ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉമ്മാനും പപ്പാനും പിക്ക് ചെയ്യാൻ വന്നിരുന്നിട്ടാ. ഇന്ന് വേറൊരാളാണ്, എൻ്റെ ബ്രദറിൻ്റെ വൈഫും മോനുമാണ് കേട്ടാ. മോനെ നമ്മൾ ആദ്യമായിട്ട് കാണാനായിട്ട് പോവുകയാണ്. ദുബായിൽ നിന്നായിരുന്നു ഡെലിവറി ഒക്കെ കഴിഞ്ഞത്. അപ്പോൾ ഇതാ എല്ലാവരും ജാനിഷ് ബേബിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഷാസിയ, പിന്നെ മോന് ഷാസിയൻ്റെ ഉമ്മയും, അങ്ങനെ 3 ആളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവരിതാ എത്തിയിട്ടുണ്ട്. ഷാസിയൻ്റെ ഉപ്പയും അനിയനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടിൽ. അതിനിടയിൽ ഇതാ കേശ സാനിക്ക് ബൊക്ക എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. സാനി വാങ്ങണില്ല എന്നൊക്കെ ആളവിടെ പറയുന്നുണ്ട്. ബേബിക്ക് 50 days ആണ് ആയിട്ടുള്ളത്. എല്ലാവരും ഇതാ ബേബിനെ കണ്ട സന്തോഷത്തിലാണ്. ഇവർ നേരെ പൊന്നാനിയിലേക്കാണ് കേട്ടോ പോണത്, നമ്മൾ തിരൂരങ്ങാടിയിലേക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.